ഡിയർ സ്റ്റുഡൻസ്, വെൽക്കംസ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOS +2 ഹിസ്റ്ററിയുടെ മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അതിൽ MCQ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 4 ചാപ്റ്ററുകളാണ് വരുന്നത്. 9, 10, 12, 14, 9, 10, 12, 14 ഈ 4 ചാപ്റ്ററുകളാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സാമിന് വരുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുന്നത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ, അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, MCQ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്ത് കാണുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു പേന, ഒരു പേപ്പറോ നോട്ട് ബുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം പറയുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സുൽത്താൻ മുഹമ്മദ് ഗോറി വാസ് ദ റൂളർ ഓഫ് ഡാഷ്. സുൽത്താൻ മുഹമ്മദ് ഗോറി ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു? ഗസ്നി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഒന്നാം തറൈൻ യുദ്ധം നടന്നത് ആരൊക്കെ ചേർന്നാണ് ഒന്നാം തറൈൻ യുദ്ധം നടന്നത്? ആരൊക്കെയാണ്? പൃഥ്വിരാജ് ചൗഹാൻ അതുപോലെ മുഹമ്മദ് ഗോറിയും തമ്മിലാണ് യുദ്ധം നടന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മുഹമ്മദ് ഗോറി എൻട്രസ്റ്റഡ് ഹിസ് ഇന്ത്യൻ പൊസിഷൻ ടു ഡാഷ്. മുഹമ്മദ് ഗോറി തൻ്റെ ഇന്ത്യൻ സ്വത്ത് ഏൽപ്പിച്ചത് ആരെയായിരുന്നു? കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വെൻ വാസ് ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ ഫോർട്ട്. രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം AD 1192 രണ്ടാം തറൈൻ യുദ്ധം നടന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ വൺ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവാൻഷൻ ഓഫ് മുഹമ്മദ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയും തമ്മിലുള്ള ആക്രമണത്തിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരുന്നു എന്നാണ്. ഇതിൽ മുഹമ്മദ് ഗസ്നി വാസ് ഇൻട്രസ്റ്റഡ് ദ പ്ലണ്ടറിങ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ, വേറാസ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനാണ് താല്പര്യം കാണിച്ചിരുന്നത്. മുഹമ്മദ് ഗസ്നി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം മുഹമ്മദ് ഗോറി മുന്നോട്ട് വച്ചിരുന്നത് എസ്റ്റാബ്ലിഷ് തുർക്കിഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തുർക്കി ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് മുഹമ്മദ് ഗോറി ഉദ്ദേശിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. വൈ വാസ് ഗ്രൂപ്പ് ഓഫ് 40 ചഗൽഗാനി ഫോംഡ് ബൈ ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ഗ്രൂപ്പ് ഓഫ് 40 രൂപീകരിക്കുവാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ഗ്രൂപ്പ് ഓഫ് 40 രൂപീകരിച്ചത്? അതിന് തുർക്കൻ ചഹൽഗാനി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട് കേട്ടോ. ടു സപ്പോർട്ട് മൊണാർക്കി, ഈ രാജവാഴ്ചയെ പിന്തുണക്കുക, അതായത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പ് ഓഫ് 40. അതായത് 40 സംഘങ്ങൾ, 40 ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഡു യു കൺസിഡർ ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ സുൽത്താൻ ആരെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ആൻസർ കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വൈ വാസ് ദ ക്യാപ്ചർ ഓഫ് റദംബോർ നെസസറി.
രതംബോർ പിടിച്ചടക്കൽ ആവശ്യമായി വന്നത് എന്തുകൊണ്ടായിരുന്നു? ദ ക്യാപ്ചർ ഓഫ് രതംബോർ വാസ് നെസസറി ടു ബ്രേക്ക് ദ പവർ ആൻഡ് മോറൽ ഓഫ് രാജ്പുട്സ്. രതംബോർ പിടിച്ചടക്കുന്നതിന് രജപുത്രന്മാരുടെ ശക്തിയും മനോവീര്യവും തകർക്കുവാൻ ആവശ്യമായിരുന്നു. രൺതംബോർ എന്നുള്ള പ്രദേശം പിടിച്ചടക്കൽ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ ഭരണം നടത്തിയിരുന്ന രജപുത്ര രാജാക്കന്മാരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ രജപുത്രന്മാരുടെ ശക്തിയും മനോവീര്യവും തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ലീഡ് ദ എക്സ്പെഡിഷൻ ഇൻ ദ സൗത്ത് ഡ്യൂറിങ് അലാവുദ്ദീൻ ഖൽജീസ് റൂൾസ്. അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നടത്തിയ പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മാലിക് കഫൂർ ആണ് നേതൃത്വം നൽകിയിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മെൻഷൻ 2 places where expedition were undertaken during the ജലാലുദ്ദീൻ റീജൻ. ജലാലുദ്ദീൻ്റെ ഭരണകാലത്ത് പര്യവേഷണങ്ങൾ നടത്തിയ 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ദേവഗിരി, രണ്ടാമത്തത് ബിൽസ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ടൈറ്റിൽ ഡിൻ ഗസി മാലിക് ascend the throne in 1320 AD. 1320 ഗാസി മാലിക് ഏത് സ്ഥാനപ്പേരിലാണ് സിംഹാസാരോഹണം നടത്തിയത്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന പേരിലാണ് സിംഹാസാരോഹണം, അതായത് അധികാരം ഏറ്റെടുത്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂം ഡിഡ് ഗിയാസുദ്ദീൻ സെൻഡ് ദ കൺകർ ദ സൗത്ത്. തെക്ക് ഭാഗം കീഴടക്കുവാൻ വേണ്ടി ഗിയാസുദ്ദീൻ ആരെയാണ് അയച്ചത്? ഹിസ് സൺ ജുനഗാൻ, അദ്ദേഹത്തിന്റെ മകനായിരുന്ന ജുനഗാനെയാണ് അയച്ചത്. ജുനഗാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പൊളിറ്റിക്കൽ മോട്ടീവ് മുഹമ്മദ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ. മുഹമ്മദ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം അവിടെ നിന്ന് മാറ്റുവാനുള്ള കാരണം, ലക്ഷ്യം എന്തായിരുന്നു? അതിലൊന്നാമത്തത് ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ ഡക്കാൻ്റെ നിയന്ത്രണം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തത് ടു എസ്റ്റാബ്ലിഷ് സെൻട്രലി ലൊക്കേറ്റഡ് ക്യാപിറ്റൽ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രീകൃത തലസ്ഥാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് മുഹമ്മദ് ഗോറി തൻ്റെ തലസ്ഥാനം മാറ്റുന്നതിലൂടെ മുന്നോട്ട് വച്ചിരുന്ന ലക്ഷ്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കോൺസെപ്റ്റ് ഓഫ് ടോക്കൺ കറൻസി എന്നതുകൊണ്ടുള്ള ആശയം എന്തായിരുന്നു? ദ കോപ്പർ കോയിൻ ജിത്താൽ, സിൽവർ കോയിൻ തങ്ക. അതായത് ഡൽഹി സുൽത്താനേറ്റ് അവതരിപ്പിച്ച നാണയം, അതിലെ ചെമ്പ് നാണയത്തിന് ജിത്താൽ എന്നാണ് അറിയപ്പെടുക. അതുപോലെ വെള്ളിയുടെ ക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് വെള്ളി നാണയം ഇറക്കിയത്. ഈ വെള്ളി നാണയത്തിന് അറിയപ്പെടുന്നത് തങ്ക എന്നുള്ളതായിരുന്നു. തങ്ക എന്നാണ് അറിയപ്പെടുക. കഴിഞ്ഞ ധാരാളം എക്സാമിന് ചോദിച്ച ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജിത്താൽ, അതുപോലെ തന്നെ തങ്ക. ചെമ്പ്, കോപ്പറിന് പറയുന്ന പേര് ജിത്താൽ എന്നും സിൽവറിന് പറയുന്ന പേര് തങ്ക എന്നുമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പോളിസി ഡിഡ് ബഹുൽ ലോധി അഡോപ്റ്റ് ടു സീക്ക് ദ കോർപ്പറേഷൻ ഓഫ് അഫ്ഗാൻ നോബിൾസ്. അഫ്ഗാൻ പ്രഭുക്കന്മാരുടെ സഹകരണം തേടുവാൻ വേണ്ടി ബഹുല്ലോ ലോധി എന്ത് നയമാണ് സ്വീകരിച്ചത്? അതിൻ്റെ ആൻസർ ഈക്വാലിറ്റി വിത്ത് നോബിൾസ്, പ്രഭുക്കന്മാരുമായുള്ള ഒരു തുല്യസ്ഥാനം പങ്കിടുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ സയ്യിദ് ഡിനസ്റ്റി. സയ്യിദ് വംശം സ്ഥാപിച്ചത് ആരാണ്? കിസർഖാനാണ് സയ്യിദ് വംശം സ്ഥാപിച്ചത്. ഇനി നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓതർ ഓഫ് താരിഖ് ഇ മുബാറക് ഷാഹി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? യഹിയ സിർഹിന്ദിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെഷർ ഡിഡ് സിക്കന്ദർ ടേക്ക് ടു ഇംപ്രൂവ് ദ
ഡിഗ്നിറ്റി ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് സുൽത്താൻ. സുൽത്താൻ്റെ അന്തസ്സും പദവിയും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സിക്കന്ദർ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? കോമ്പൽ നോബൽ ടു സ്റ്റാൻഡ് ഇൻ ദ ദർബാർ, റെസ്പെക്ട് എനി പെയിൻ, ഒബീഡിയൻസ് ടു സുൽത്താൻ. പ്രഭുക്കന്മാരെ ദർബാറിൽ നിൽക്കുവാനും സുൽത്താനെ ബഹുമാനിക്കുവാനും അതുപോലെ തന്നെ അനുസരിക്കുവാനും നിർബന്ധിച്ചിരുന്നു. അപ്പോൾ സുൽത്താൻ്റെ പദവിയും അന്തസ്സും മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സിക്കന്ദർ സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ, ഒന്ന് ദർബാറിൽ സുൽത്താനെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കുക, അതുപോലെ അദ്ദേഹത്തിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക, മറ്റുള്ള അഭിസംബോധനകൾ ചെയ്യുക, പിന്നെ അദ്ദേഹത്തിന് അനുസരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വൈ വേർ മംഗോൾസ് അറ്റാക്ക് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്? മംഗോളിയക്കാർ ഡൽഹി സുൽത്താനേറ്റിനെ ആക്രമിച്ചത് എന്തുകൊണ്ടായിരുന്നു? ചാലഞ്ചസ് ഇൻ സെൻട്രൽ ഏഷ്യൻ പൊളിറ്റിക്സ് ആൻഡ് ദ ടു പ്ലണ്ടർ ദ റീച്ചസ്. മധ്യേഷ്യൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, അത് ഒന്ന് പ്രധാനമായിട്ട് മുന്നോട്ട് വച്ചിരുന്നു. മധ്യേഷ്യൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാരണം സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് മംഗോളിയക്കാർ മുന്നോട്ട് വച്ചിരുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മെയിൻ കോൺഫ്ലിക്റ്റ് എമംഗ് നോബിൾസ്? പ്രഭുക്കന്മാർക്കിടയിലെ പ്രധാന സംഘർഷത്തിനുള്ള കാരണം അത് എന്തായിരുന്നു? മെയിൻ കോൺഫ്ലിക്ട്സ് എമംഗ് നോബിൾ വാസ് ദ ക്വസ്റ്റ്യൻ ഓഫ് സക്സഷൻസ്. പ്രഭുക്കന്മാർക്കിടയിലെ പ്രധാനപ്പെട്ട സംഘർഷം പിന്തുടർച്ചാവകാശത്തിൻ്റെ ചോദ്യമായിരുന്നു. അതായത് രാജാവിൻ്റെ മരണത്തിന് ശേഷം രാജാവിൻ്റെ മകൻ എന്നുള്ള ഒരു പിന്തുടർച്ചാവകാശ രീതിയാണ് ഉണ്ടായിരുന്നത്. ഇവയാണ് പ്രഭുക്കന്മാർക്കിടയിലെ പ്രധാനപ്പെട്ട സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നത്. ഇനി നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് നെയിം വാസ് ഗിവൻ ടു ദ റൂളേഴ്സ് ഓഫ് ജൗൻപൂർ ഡിനസ്റ്റി? ജോൺപൂർ രാജവംശത്തിലെ ഭരണാധികാരികൾക്ക് എന്ത് പേരാണ് നൽകിയിരുന്നത്? ഷാർക്കി ഡിനസ്റ്റി, ഷാർക്കി രാജവംശം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സ്റ്റെപ്സ് ഡിഡ് ഗിയാസുദ്ദീൻ തുഗ്ലക് ടു ടേക്ക് ദ റിസോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ബഗ്രാഖാൻ ഡിക്ലെയറിംഗ് ഹിസ് ഓൺ ഇൻഡിപെൻഡൻസ്? ബുഗ്രാഖാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഗിയാസുദ്ദീൻ തുഗ്ലക് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരുന്നത്? അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം, ഗിയാസുദ്ദീൻ തുഗ്ലക് ട്രൈഡ് ടു സോൾവ് ഹിസ് പ്രോബ്ലം ബൈ പാർട്ടീഷനിങ് ബംഗാൾ into 3 independent administrative division, namely ലഖ്നൌട്ടി, അതുപോലെ സദ്ഗാവ്, അതുപോലെ തന്നെ സോണാർഗോൺ. ബംഗാളിനെ അദ്ദേഹം സ്വതന്ത്ര ഭരണവിഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിച്ചു. ബംഗാളിനെ 3 സ്വതന്ത്ര പ്രദേശങ്ങളാക്കി തിരിച്ചു. അതിൻ്റെ പേരൊന്ന് ലഖ്നൌട്ടി എന്നുള്ള പ്രദേശം, അതുപോലെ സദ്ഗാവ്, മൂന്നാമത്തത് സോണാർഗോൺ എന്നുള്ള 3 പ്രദേശങ്ങളാക്കി തിരിച്ചിട്ടാണ് ബംഗാളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ 9 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇനി അതിലെ ഗ്ലോസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുൽത്താൻമാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. അതായത് അവർ അറബികളായതുകൊണ്ട് തന്നെ അറബി പദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിലൊന്നാമത്തത് പറയുന്നത് അമീർ എന്ന് പറഞ്ഞാൽ കമാൻഡർ. ഡൽഹി സുൽത്താനേറ്റിലെ 3ാമത്തെ ഉയർന്ന ഔദ്യോഗിക ഗ്രേഡ് ലഭിക്കുന്നത് അമീർക്കാണ്. അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് വരുന്നത് ആരിസ് ഇ മുമാലിക്. അത് മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് ദ ആർമി ഓഫ് ദ ഹോൾ കൺട്രി. ആരിസ് ഇ മുമാലിക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുഴുവൻ സൈന്യത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയാണ് ആരിസ് ഇ മുമാലിക്. ഇനി നെക്സ്റ്റ് വരുന്നത് ആമിർ ഇ അഹൂർ. അത്
മാസ്റ്റർ ഓഫ് ദ ഹോഴ്സസ്, കുതിരകളുടെ യജമാൻക്കാണ് ആമിർ ഇ അഹൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആമിർ ഇ തുസൂക്ക്. ആമിർ ഇ തുസൂക്ക് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സെറമണീസ്, ചടങ്ങുകളുടെ മാസ്റ്റർക്കാണ്, നേതാവിനാണ് അമീർ ഇ തുസൂക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബാരിദ്. ബാരിദ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഓഫീസറെയാണ് ബാരിദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ജൗഗാൻ. ജൗഗാൻ എന്ന് പറഞ്ഞാൽ ഗെയിം ക്വിറ്റ് സിമിലാർ ടു പോളോ. പോളോ ഉണ്ടല്ലോ, കുതിര പന്തയം പോലെയുള്ള ഒരു കളി ഉണ്ടല്ലോ പോളോ. അപ്പോൾ പോളോക്ക് സമാനമായിട്ടുള്ള ഒരു കളിക്ക് പറയുന്ന പേരാണ് ജൗഗൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ദല്ലാർ. ദല്ലാർ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ. പിന്നെ ദർബാർ. ദർബാർ എന്ന് പറഞ്ഞാൽ രാജകീയ കോടതി, റോയൽ കോർട്ട്, രാജകീയ കോടതി. നെക്സ്റ്റ് വരുന്നത് ഡോബ്, ലാൻഡ് ബിറ്റ്വീൻ ജമുന അതുപോലെ ഗംഗ. ദോവാബ് എന്ന് പറഞ്ഞാൽ യമുനക്കും അതുപോലെ ഗംഗക്കും ഇടയിലുള്ള ഭൂമിക്കാണെന്ന് പറയുന്നത് ഡോബ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ദിവാൻ ഇ അർസ്. ദിവാൻ ഇ അർസ് എന്ന് പറഞ്ഞാൽ ബാൽബന്റെ കാലഘട്ടത്തിലെ സൈനിക വകുപ്പിനാണ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. ദിവാൻ ഇ അർസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, ബാൽബന്റെ കാലഘട്ടത്തിലെ സൈനിക വകുപ്പ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇക്ത. ഇക്ത എന്ന് പറഞ്ഞാൽ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഇക്ത എ ടെറിട്ടറി ഓഫ് ലാൻഡ് അസൈൻ ഇൻ ലീവ് ഓഫ് ക്യാഷ് സാലറീസ്. ശമ്പളം നൽകുന്നതിന് പകരമായി നിയുക്തമാക്കിയ ഒരു ഭൂമിക്കാണ് ഇക്ത എന്ന് പറയുന്നത്. അതായത് ഇവരുടെ സുൽത്താൻമാരുടെ ഭരണകാലഘട്ടങ്ങളിൽ സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ, വലിയ ചെലവ് വന്ന സന്ദർഭത്തിൽ പണത്തിന് പകരമായിട്ട് ഇവർക്ക് ഭൂമി ഒക്കെ നൽകാറുണ്ട്. അപ്പം അങ്ങനെ നൽകുന്ന ഭൂമിക്കാണ് ഇക്ത ഭൂമി എന്ന് പറയുന്നത്, ഇക്ത എന്ന് പറയുന്നത്. ഇനി ഈ ഭൂമി സ്വീകരിക്കുന്ന ആളുകളെയാണ് ഇക്തദാർമാർ എന്ന് വിളിക്കുന്നത്. ഇക്ത ഭൂമി സ്വീകരിച്ച ആളുകളെയാണ് ഇക്തദാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജസിയ. ജസിയ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആൻഡ് ഇയർലി ടാക്സ് ഓൺ നോൺ മുസ്ലിംസ്. മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ നൽകുന്ന വാർഷിക നികുതിക്കാണ് ജസിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ജിത്താൽ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചെമ്പ് നാണയത്തിനാണ് ജിത്താൽ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് കുത്തുബ. കുത്തുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം. നമ്മൾ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമല്ലോ, അതിന് കുത്തുബ എന്ന് പറയും. നെക്സ്റ്റ് ഗോജ. ഗോജ എന്ന് പറഞ്ഞാൽ പ്രഭുവിനെ ഗോജ എന്ന് പറയും. അതുപോലെ വ്യാപാരികളെ, സമ്പന്നരായിട്ടുള്ള ആളുകളെയൊക്കെ ഗോജ എന്ന് പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മാലിക്. മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിലെ 2ാമത്തെ ഉയർന്ന ഗ്രേഡിനെയാണ് മാലിക് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് മംലൂക്സ്. മംലൂക്സ് എന്ന് പറഞ്ഞാൽ അടിമ ഉദ്യോഗസ്ഥരെയാണ് മംലൂക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് മണ്ഡി. മണ്ഡി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ മാർക്കറ്റ്, ധാന്യ വിപണിയാണ് മണ്ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മുഹിയാൻസ്. മുഹിയാൻസ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് സ്പൈസ്, രഹസ്യചാരന്മാരെയാണ് മുഹിയാന്മാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നൈബ്. നൈബ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റുമാരെയാണ് നൈബ് എന്ന് പറയുന്നത്. അതുപോലെ പൈബോസ്. പൈബോസ് എന്ന് പറഞ്ഞാൽ കിസ്സിങ് ഓഫ് ഫീറ്റ്സ്, കാൽ ചുംബിക്കുന്നതിനെയാണ് പൈബോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് റായ് റയൻസ്. റായ് റയൻസ് എന്ന് പറഞ്ഞാൽ ദ ടൈറ്റിൽ ഗിവൺ ബൈ അലാവുദ്ദീൻ ഖൽജി ടു റോമ ദേവ ഓഫ് ദേവഗിർ. ദേവഗിരിയിലെ രാമദേവന് അലാവുദ്ദീൻ നൽകിയ പദവിക്കാണ് റായ് റയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സരായ് അദിൽ. അത് ക്ലോത്ത് മാർക്കറ്റ്, തുണി മാർക്കറ്റിന് പറയുന്ന പേരാണ് സരായ് അദിൽ. നെക്സ്റ്റ് തങ്ക, സിൽവർ കോയിൻ, നേരത്തെ പറഞ്ഞല്ലോ, വെള്ളി നാണയത്തിന് പറയുന്ന പേരാണ് തങ്ക. ഇനി നെക്സ്റ്റ് ഉലേമ. ഉലേമ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഓഫ് റിലീജിയസ് ലേണിംഗ്. മുസ്ലിങ്ങളുടെ ഇസ്ലാമിക മതപരമായിട്ടുള്ള പഠനം നൽകുന്ന ആളുകളെ, മതപഠനത്തിലെ മുസ്ലിങ്ങളെ വ്യക്തിക്കാണെന്ന് പറയുന്നത് ഉലേമ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർക്കാണ് ഉലേമ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഉമറ. ഉമറ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഓഫ് ആമിർസ്. ആമിർസ് മീൻസ് നോബിൾ ഓർ റൂളിംഗ് ഗ്രൂപ്പ് ഇൻ ഡൽഹി സുൽത്താനേറ്റ്. അമീറുകളുടെ ബഹുവചനത്തിനാണ് ഉമറ എന്ന് പറയുന്നത്. അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താനേറ്റിലെ
പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഭരണസംഘം. ഇപ്പോൾ പ്രഭു, ഉമറ, അമീർ, പ്രഭു, അമീർ. പിന്നെ പ്രഭുക്കന്മാർക്ക് ഒരു സംഘത്തിന് പറയുന്ന പേരാണ് ഉമറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ബാബർ ഇൻവൈഡ് ഇന്ത്യ? ബാബർ ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തേത്, ബാബർ ഇൻവൈഡ് ഇന്ത്യ ബിക്കോസ് ഹി വാസ് ഫേസിങ് ടഫ് സിറ്റുവേഷൻ ഇൻ സെൻട്രൽ ഏഷ്യ. മധ്യേഷ്യയിലെ ദുഷ്കരമായ സാഹചര്യങ്ങൾ നേരിട്ടതിനാൽ ബാബർക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കാം എന്നുള്ളത് കൊണ്ടാണ് ബാബർ ഇന്ത്യയെ തിരഞ്ഞെടുക്കാനുള്ള 1ാമത്തെ കാരണം. ഇനി നെക്സ്റ്റ്, 2ാമത്തൊരു കാരണം, ദ അൺസ്റ്റേബിൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ ആൾസോ പ്ലേഡ് ആ റോൾ. ഇന്ത്യയിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം, അതായത് ഇന്ത്യയിലെ രാജാക്കന്മാർ തമ്മിൽ തന്നെ പരസ്പരം ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളുമായിരുന്നു. അതും ബാബർ ഇന്ത്യയെ ആക്രമിക്കുവാനുള്ളൊരു കാരണമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ബാബർ സ്ട്രാറ്റജി അറ്റ് ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറിന്റെ തന്ത്രം എന്തായിരുന്നു? ബാബർ എഫക്റ്റീവ്ലി അപ്ലൈഡ് ദ റൂമി ഓട്ടോമൻ മെത്തേഡ് ഓഫ് വാർഫെയർ. റൂമി, അതായത് ഓട്ടോമൻ രാജ്യത്തിൻ്റെ ഓട്ടോമൻ സംഘത്തിൻ്റെ ഒരു റൂമി എന്ന് പറയുന്ന യുദ്ധരീതിയാണ് ബാബർ ഫലപ്രദമായി പ്രയോഗിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വർ ദ 2 റൂളേഴ്സ് ഫ്രം രാജ്പുത്ന ഡിഫീറ്റ് ബൈ ബാബർ? ബാബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാക്കന്മാരിലെ 2 ഭരണാധികാരികൾ ആരായിരുന്നു? അതിലൊന്നാമത്തത് റാണ സംഘ. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രജപുത്ര രാജാക്കന്മാരിൽ മുഗൾ രാജാക്കന്മാർക്കൊക്കെ എന്നും ഒരു തലവേദനയായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നിരന്തരമായിട്ട് യുദ്ധം നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു റാണ സംഘ. മറ്റൊരു രാജാവാണ് മേദിനി റായ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ടെറിട്ടറീസ് വിച്ച് വർ ബ്രോട്ട് ബൈ ഷേർഷാ അണ്ടർ ഹിസ് റൂൾസ്. ഷേർഷാ തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? അതിൻ്റെ ആൻസർ മാൾവ, രജപുത്ര രാജാക്കന്മാരുടെ സ്ഥലം, അതുപോലെ സിന്ധ്, പഞ്ചാബ്, ബംഗാൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഷേർഷാ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ അക്ബർ റിമൂവ്ഡ് ബൈറാം ഖാൻ? അക്ബർ ബൈറാം ഖാനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ്? അക്ബർ റിമൂവ്ഡ് ബൈറാം ഖാൻ ബിക്കോസ് ഹി ഹാഡ് അസ്യൂംഡ് ഫുൾ കൺട്രോൾ ആൻഡ് വാസ് ബിഹേവിങ് ഇൻഡിപെൻഡൻ്റ്ലി. അദ്ദേഹം പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വതന്ത്രമായി പെരുമാറിയതിനാലാണ് അക്ബർ ബൈറാം ഖാന് പുറത്താക്കിയത്. അതായത് ബൈറാം ഖാൻ, അക്ബറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത് ആരായിരുന്നു? ബൈറാം ഖാൻ ആയിരുന്നു. കാരണം അക്ബർ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം ഒരു 13 വയസ്സാകുമ്പോൾ തന്നെ അധികാരത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അക്ബർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിയായിട്ടാണ് ബൈറാം ഖാൻ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ബൈറാം ഖാനെ തന്നെ അക്ബർ പുറത്താക്കുന്നുണ്ട്. അതിനുള്ള കാരണം സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഒരു കൂടുതൽ സ്വാതന്ത്ര്യം, അധികാരം ബൈറാം ഖാൻ എടുത്തിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വർ ദ മെയിൻ പൊളിറ്റിക്കൽ പവേഴ്സ് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് അക്ബർസ് അസിസ്റ്റൻസ്? അക്ബറിൻ്റെ സ്ഥാരോഹണ സമയത്ത് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തികൾ ആരൊക്കെയായിരുന്നു? ഒന്നാമത്തത് രജപുത്രർ, അതുപോലെ അഫ്ഗാന്, അഹമ്മദ് നഗർ, കാബൂള്, അതുപോലെ കന്ദർ തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയ ശക്തികളായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ രാജ്പുട്ട് റൂളേഴ്സ് പോസ്ഡ് ചലഞ്ച് ടു അക്ബർ ആൻഡ് ഡിഡ് നോട്ട് സബ്മിറ്റ്? അക്ബറിനോട് വെല്ലുവിളി ഉയർത്തി കീഴടങ്ങാതിരുന്ന രജപുത്ര ഭരണാധികാരി ആരാണ്? മഹാറാണ പ്രതാപാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രദേശം മേവാറായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ലേഡി റൂളർ ഹൂ ഫോട്ട് വിത്ത് ദ മുഗൾസ് വിച്ച് വാസ് ദ ടെറിട്ടറി റൂൾഡ് ബൈ ഹെർ?
മുഗളരുമായി യുദ്ധം ചെയ്ത വനിതാ ഭരണാധികാരി ആരായിരുന്നു? അവർ ഭരിച്ചിരുന്ന പ്രദേശം ഏതാണ്? ചാന്ദ് ബീബിയാണ് ആ വനിതയുടെ ഭരണാധികാരിയുടെ പേര്. വനിതാ ഭരണാധികാരിയുടെ പേര് ചാന്ദ് ബീബിയാണ്. അവരുടെ സ്ഥലം അഹമ്മദ് നഗർ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ദ റൂളർ ഫ്രം ഡക്കാൻ ഹു ഡിഫീറ്റ് ദ മുഗൾ ഫോഴ്സസ് അണ്ടർ ജഹാംഗീർ? ജഹാംഗീറിന്റെ കീഴിൽ മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തിയ ഡക്കാനിലെ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ മാലിക് അംബർ ആയിരുന്നു. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ മുഗൾ സൈൻഡ് റിട്രീറ്റ്ലി വിത്ത് വിച്ച് ഓഫ് ദ 2 സ്റ്റേറ്റസ് ഓഫ് ഡക്കാൻ ഇൻ 1636? 1036 മുഗളന്മാരുടെ ഡക്കാനിലെ ഏത് 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉടമ്പടി വെച്ചത്? ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് മുഗളന്മാർ ഡക്കാനിൽ നടത്തിയിട്ടുള്ള കരാറിനെ കുറിച്ചൊക്കെ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഉണ്ട്, അതൊക്കെ കേൾക്കണം. ആ 2 രാജ്യങ്ങൾ, ഒന്നാമത്തത് ബീജാപ്പൂർ അതുപോലെ ഗോൽക്കൊണ്ട, ഈ 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മുഗൾ കമാൻഡർ ബ്രോട്ട് ദ അഹം കിങ്ഡം അണ്ടർ മുഗൾ കൺട്രോൾ? അഹോം രാജ്യം മുഗൾ നിയന്ത്രണത്തിലാക്കിയ മുഗൾ സൈന്യാധിപൻ ആരായിരുന്നു? മിർ ജുംല. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് വിച്ച് ഓഫ് ദ ഡക്കാൻ പവർ ഔറംഗസീബ് റിമെയിൻ എൻഗേജ്ഡ് ഫോർ ലോങ് ടൈം? ഔറംഗസീബ് ഏത് ഡക്കാൻ ശക്തികളുമായിട്ടാണ് ദീർഘകാല ബന്ധം പുലർത്തിയിരുന്നത്? അതിൻ്റെ ആൻസർ മറാത്തക്കാരുമായിട്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ടേം ഷാജഹാൻ എസ്റ്റാബ്ലിഷ് പീസ് വിത്ത് ബീജാപ്പൂർ ആൻഡ് ഗോൽക്കൊണ്ട? ഷാജഹാൻ ബീജാപ്പൂരുമായും ഗോൽക്കൊണ്ടയുമായും സമാധാനം സ്ഥാപിച്ചത് ഏത് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്? ബീജാപ്പൂർ ആൻഡ് ഗോൽക്കൊണ്ട ആക്സെപ്റ്റഡ് മുഗൾ സുവെർജിനിറ്റി ആൻഡ് അഗ്രീഡ് ടു പേ ആനുവൽ ട്രൈബ്യൂട്ട്. ബീജാപ്പൂരും ഗോൽക്കൊണ്ടയും മുഗൾ രാജാവിന് സുസറൈൻറ്റി സ്വീകരിക്കുകയും വാർഷിക കപ്പം നൽകുവാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ സുസറൈൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മേൽക്കോയ്മ, അതായത് ഷാജഹാന്റെ മേൽക്കോയ്മയെ ഇവർ അംഗീകരിക്കുന്നു. അതിനെയാണ് സുസറൈൻറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ ആ കീഴടങ്ങിയ രാജാവ്, മേൽക്കോയ്മയിൽ നിൽക്കുന്ന രാജാവിന് കൊടുക്കേണ്ട ഒരു നികുതി, അതിന് പറയുന്ന പേരാണ്, വാർഷിക നികുതിക്ക് പറയുന്ന പേരാണ് കപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ഔറംഗസീബ് പോളിസി ടുവാർഡ്സ് ഡക്കാൻ? ഡക്കാനോടുള്ള ഔറംഗസീബിന്റെ നയം എന്തായിരുന്നു? ഔറംഗസീബ് ഫോളോവ്ഡ് ഓൺ അഗ്രസീവ് പോളിസി, റിമൈൻ ഇൻവോൾവ്ഡ് ഇൻ കോൺഫ്ലിക്ട്സ്. ഔറംഗസീബ് ആക്രമണാത്മക നയം പിന്തുടർന്നു, അതുപോലെ തന്നെ സംഘർഷവും പിന്തുടർന്നിരുന്നു. നെക്സ്റ്റ് 15ാമത്തെ കാര്യം. വേർ വാസ് ശിവജി കൊറോണേറ്റഡ്? വാട്ട് വാസ് ദ ടൈറ്റിൽ ദാറ്റ് ഹി ടുക്ക്? ശിവജി എവിടെ വെച്ചാണ് കിരീടധാരണം ചെയ്തത്? അദ്ദേഹം സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരെന്താണ്? ഇതും കഴിഞ്ഞ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റായ്ഗഡിൽ വെച്ചാണ് അദ്ദേഹം കിരീടധാരണം, സ്ഥാനാരോഹണം നടത്തിയത് റായ്ഗഡിലാണ്. അദ്ദേഹം സ്വീകരിച്ച പേരെന്തായിരുന്നു? ഛത്രപതി ശിവജി എന്നാണ് അറിയപ്പെടുക. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ മുഗൾ റൂളേഴ്സ് ലോസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ കോൺഫ്ലിക്ട്സ്? വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ സംഘർഷങ്ങളിൽ വൻതോതിൽ പണം നഷ്ടപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? അതാരാണ്? ഷാജഹാൻ. ആൻസർ ഷാജഹാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10ാമത്തെ ക്വസ്റ്റ്യന് 10ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 12ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ചഗൽഗാൻ ആൻഡ് ഹു ക്രിയേറ്റഡ് ഇറ്റ്? ചഗൽഗാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഇത് ഉണ്ടാക്കിയത്? ചഗൽഗാൻ വാസ് ഗ്രൂപ്പ് ഓഫ് 40 നോബിൾസ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഇൽത്തുമിഷ്.
40 പ്രഭുക്കന്മാർ അടങ്ങുന്ന ഒരു സംഘത്തിനെയാണ് ചകൽഖാൻ എന്ന് പറയുന്നത്. ഇത് ഇൽത്തുമിഷാണ് ഇതുണ്ടാക്കിയത്. അതായത് ഭരണാധികാരിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘമാണ് ചകൽഖാൻ എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ചകൽഖാൻ എന്ന് പറഞ്ഞാൽ 14 പ്രഭുക്കൾസ്, അതായത് 40 പ്രഭുക്കന്മാരാണ് ഇതിൽ അടങ്ങുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ടു ബ്രിങ് ദ നോബിലിറ്റി ഫാമിലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സുൽത്താനേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? പ്രഭുക്കന്മാരെ ആദ്യമായി സുൽത്താന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ സുൽത്താൻ ആരായിരുന്നു? അതായത് പ്രഭുക്കന്മാർക്ക് കൂടുതൽ സ്ഥാനം നൽകാതെ രാജാവിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബാൽബന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത്. വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് ദ സുൽത്താനേറ്റ് വിസ് ദ നോബിലിറ്റി അക്കോർഡിംഗ് ടു ദ അഫ്ഗാൻ കോൺസെപ്റ്റ് ഓഫ് സോവറിറ്റി? അഫ്ഗാൻ പരമാധികാരം സങ്കല്പമനുസരിച്ച് പ്രഭുക്കന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുൽത്താന്റെ സ്ഥാനം എന്തായിരുന്നു? അഫ്ഗാൻ പരമാധികാരവുമായി ബന്ധപ്പെടുത്തി സുൽത്താന്റെ സ്ഥാനം പൊസിഷൻ വാസ് ഫസ്റ്റ് എമം ഈക്വൽസ്, അതായത് തുല്യരിൽ ഒന്നാമനായിരുന്നു. പ്രഭുക്കന്മാരും സുൽത്താൻമാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരിൽ ഒന്നാം സ്ഥാനം ആർക്കായിരുന്നു? സുൽത്താനാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹു വർ ഉലേമ? ഉലമ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഉലമ വർ റിലീജിയസ് ഇന്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ് ഹു മാനേജ്ഡ് റിലീജിയസ് മാറ്റേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റഡ് റിലീജിയസ് റെഗുലേഷൻസ്. സുൽത്താൻമാരുടെ ഭരണകാലഘട്ടങ്ങളിൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും മതപരമായ നിയന്ത്രണങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്ത മുസ്ലിംകളുടെ മതപരമായ ബൗദ്ധിക വിഭാഗമായിരുന്നു ഉലമകൾ. അതായത് മതപരമായ കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉണ്ടായിരുന്നത്? ഉലമമാർക്കാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മെൻഷൻ 2 ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് വർക്ക്ഡ് അണ്ടർ ദ വിസാറത്ത്. വിസാറത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 2 വകുപ്പുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് മുസ്തൗഫി ഇ മുമാലിക്, മറ്റൊന്ന് മുഷിരിഫ് ഇ മുമാലിക്. രണ്ടാമത്തത് മുഷിരിഫ് ഇ മുമാലിക്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് പ്രാക്ടീസ്ഡ് ഡിൻ അലാവുദ്ദീൻ ഖൽജി ഇൻട്രൊഡ്യൂസ്ഡ് ദ ആർമി? അലാവുദ്ദീൻ ഖൽജി സൈന്യത്തിന്റെ ഏതൊക്കെ രീതികളാണ് അവതരിപ്പിച്ചിരുന്നത്? ഒന്നാമത്തത് ദാഗ്, രണ്ടാമത്തത് ഹുലിയ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഡെൽറ്റ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഹു ഹെഡഡ് ഇറ്റ്? നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതാണ്? നീതിന്യായ വ്യവസ്ഥ വകുപ്പ് ഏതാണ്? ആരാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്? ദിവാൻ ഇ റസാലത്ത്. ദിവാൻ ഇ ആൻസർ ദിവാൻ ഇ റസാലത്ത്. അതിന് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? സദറുസദർ ആയിരുന്നു. നീതിന്യായത്തിന്റെ തലവനാരാണ്? സദറുസദർ. ഇതൊക്കെ മുമ്പ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സദറുസദർ. ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന പേര് ദിവാൻ ഇ റസാലത്ത്. ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം 3 ഒഫീഷ്യൽസ് അറ്റ് ദ ലെവൽ ഓഫ് പർഗാന. പർഗാന തലത്തിലുള്ള 3 ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറയുക. അത് വരുന്നത് ഒന്നാമത്തത് ഷിക്ദാർ, രണ്ടാമത്തത് ഫൗജിദാർ, മറ്റൊന്ന് കോത്വാൾ. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ സം ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ചില ഭരണ യൂണിറ്റുകളെ പരാമർശിക്കുക. അതായത് സാമ്രാജ്യത്തിനെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിട്ട് വ്യത്യസ്ത പ്രദേശങ്ങളാക്കി തിരിച്ചിരുന്നു. അതൊന്ന് പർഗാന, മറ്റൊന്ന് ഷിക്ക്, അതുപോലെ തന്നെ സർക്കാർ. ഇനി നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ എ ഫ്യൂ ഇമ്പോർട്ടൻ്റ് വില്ലേജ് ഫങ്ഷണറീസ്. ചില പ്രധാന ഗ്രാമപ്രവർത്തകരെ പരാമർശിക്കുക. അതായത് ഗ്രാമത്തിന്റെ അധികാരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് കുത്ത്, അതുപോലെ തന്നെ മുഖദ്ദം, പിന്നെ പട്വാരി. ഇവരെയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഫവാസിൽ? ഫവാസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫവാസിൽ വാസ് ബാലൻസ് ഓഫ് ദ റവന്യൂ ഇൻകം വിത്ത് ദ മുഗ്ദി വാസ് ടു സെൻഡ് ടു ദ
സുൽത്താൻ ആഫ്റ്റർ മീറ്റിംഗ് ഹിസ് ആൻഡ് ഹിസ് ആർമി എക്സ്പെൻസസ്. അതായത് സുൽത്താനും സൈന്യവും ചിലവഴിച്ചതിന് ശേഷം മുഗ്ധി അയക്കേണ്ട വരുമാനത്തിൻ്റെ ബാക്കി തുകയാണ് ഫവാസിൽ എന്ന് പറയുന്നത്. അതായത് ഒരു മുഗ്ധിയുടെ കീഴിൽ വരുന്ന സൈനികർ ഉണ്ടായിരിക്കും. അതുപോലെ സൈനികർക്കുള്ള കുതിരകൾ, മറ്റുള്ള ചെലവുകളൊക്കെ വരുന്നുണ്ടല്ലോ. ആ ചെലവുകൾ കിഴിച്ചതിന് ശേഷം മുഗ്ധി രാജാവിന് കൊടുക്കേണ്ട, അതായത് പൊതുഖജനാവിലേക്ക് കൊടുക്കേണ്ട തുക, ബാലൻസ് തുക, അതിനെയാണ് ഫവാസിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വർ ദ ഒഫീഷ്യൽ ടു ലുക്ക് ആഫ്റ്റർ മാർക്കറ്റ്സ് റെഗുലേഷൻസ്. വിപണി നിയന്ത്രണം നോക്കേണ്ട ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഷേഖിന ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട തലവൻ ആരായിരുന്നു? ഷേഖിനയാണ്. പിന്നെ ബദ്രീസ്, അതുപോലെ തന്നെ മുനിഹിയ തുടങ്ങിയ ഉദ്യോഗസ്ഥരും സഹായത്തിന് ഉണ്ടായിരുന്നു. ഈ ഷേഖിനയാണ് വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രജിസ്റ്റർ, മറ്റ് വില വിവര പട്ടിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഷേഖിനക്കായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലേസസ് അറ്റ് ദ വിച്ച് ദ ഗ്രാനറീസ് വർ സെറ്റപ്പ് ബൈ അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജി കളപ്പുരകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? കളപ്പുര എന്ന് പറഞ്ഞാൽ ഗോഡൗൺ, അതായത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള സ്ഥലങ്ങൾ. ഒന്ന് ഡൽഹിയിലായിരുന്നു, മറ്റൊന്ന് ചെയിൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് ചെയിൻ. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വർ ബഞ്ചാരാസ്. ബഞ്ചാരകൾ ആരായിരുന്നു? ബഞ്ചാര എന്ന് പറഞ്ഞാൽ ദ ബഞ്ചാരാസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ദ കൺട്രി സൈഡ് ടു ദ സിറ്റി. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ബഞ്ചാരകൾ എന്ന് പറയുന്നത്. അതായത് ഈ അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്തെ അവരൊരു കൂട്ടമായിട്ട് രൂപപ്പെടുകയും ഇവരൊരു ഒരു ഒരു ഗോത്ര വിഭാഗമാണ് ബഞ്ചാരകൾ എന്ന് പറയുന്നത്. അവരുടെ താമസം യമുന നദിയുടെ തീരത്താണ് അവർ താമസമാക്കിയിരുന്നത്. ഇവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോയിരുന്നത്. അവരെയാണ് ബഞ്ചാരാസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് അക്ബർ ക്രൂഷ്യൽ ദ പവർ ഓഫ് വസീർ. അക്ബർ വസീറിന്റെ അധികാരം വെട്ടിക്കുറച്ചത് എന്തുകൊണ്ടായിരുന്നു? അതായത് അദ്ദേഹത്തിന്റെ വസീറായിരുന്നു ബൈറാം ഖാൻ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അക്ബർ ചെറിയ പ്രായത്തിൽ തന്നെ അധികാരത്തിൽ വന്ന വ്യക്തിയാണ്. അക്ബറിന്റെ രക്ഷാധികാരിയായിരുന്നു വസീറായിരുന്നു ആര്? ബൈറാം ഖാൻ. അതുകൊണ്ട് തന്നെ വസീർ ഖാൻ വളരെ ശക്തനായതുകൊണ്ട് അക്ബർ വസീറിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുകയും അക്ബർ വസീറിൽ നിന്ന് സാമ്പത്തിക അധികാരങ്ങളെ എടുത്തു കളയുകയും ചെയ്തു. അതായത് അക്ബറിന് ഒരു കൂടുതലായിട്ട് സ്വതന്ത്രമായിട്ട് അധികാരം നടത്തുവാൻ വേണ്ടിയിട്ടാണ് വസീറിന്റെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ വാസ് മിർസാമാൻ വാട്ട് വർ ഹിസ് ഡ്യൂട്ടീസ്. മിർസാമാൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? മിർസാമാൻ വാസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ റോയൽ കാർഗാനം. രാജകീയ കാർഗാനങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് മിർസാമാൻ എന്ന് പറയുന്നത്. ഇവിടെ രാജകീയ ഭവനത്തിലേക്കുള്ള എല്ലാ വാങ്ങലുകൾ, വിൽക്കലുകൾ, കൊണ്ടുപോകലുകൾ, സംഭരണങ്ങൾ തുടങ്ങിയ എല്ലാ ഉത്തരവാദിത്വവും ആർക്കായിരുന്നു? ഈ മിർസാമാൻ ഖാൻ ഉണ്ടായിരുന്നത്. അതായത് കൊട്ടാരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താ? നല്ല മൂല്യമുള്ള വസ്തുക്കളായിരിക്കും, നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ അവ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥനെയാണ് മിർസാമാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ വാസ് മുത്തസദ്ദി. ആരാണ് മുത്തസദ്ദി? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തായിരുന്നു? ദ മുത്തസദ്ദി വാസ് ഗവർണർ ഓഫ് ദ പോർട്ട്. അതായത് തുറമുഖത്തിന്റെ ഗവർണറെയാണ് മുത്തസദ്ദി എന്നറിയപ്പെടുന്നത്. ഹി കളക്റ്റഡ് ടാക്സസ് ഓൺ മർച്ചൻഡൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ
എ കസ്റ്റംസ് ഹൗസ്. അദ്ദേഹത്തിൻ്റെ ചരക്കുകളുടെ നികുതി പിരിച്ചെടുക്കേണ്ട ഡ്യൂട്ടി ആർക്കായിരുന്നു? മുതസദ്ദിഖായിരുന്നു. അദ്ദേഹം ഒരു കസ്റ്റം ഹൗസ് പരിപാലിക്കുകയും ചെയ്തിരുന്നു. തുറമുഖത്തെ മിന്റ് ഹൗസിൻ്റെ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു. അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനെയാണ് മുതസദ്ദി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ വർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണറീസ് അറ്റ് ദ ലെവൽ ഓഫ് സർക്കാർ? സർക്കാരിൻ്റെ തലത്തിലെ 2 പ്രധാനപ്പെട്ട, സർക്കാർ എന്ന് പറയുന്നത് പ്രദേശത്തിനാണ് പറയുന്നത് സർക്കാർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒന്നാമത്തത് ഫൗജ്ദാർ, മറ്റൊന്ന് അമൽ ഗുസാർ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ മൻസബ്ദാരി സിസ്റ്റം? മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നതാരാണ്? ആൻസർ അക്ബറാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സത്ത് അതുപോലെ സവാർ. വാട്ട് ഈസ് സത്ത് ആൻഡ് സവാർ? സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് ഡിനോട്ടഡ് പേഴ്സണൽ റാങ്ക് ഓഫ് ആൻ ഒഫീഷ്യൽ. അതായത് സത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിഗത റാങ്കിനെയാണ് സത്ത് എന്ന് പറയുന്നത്. അതേസമയം സവാർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് ദ സൈസ് ഓഫ് കണ്ടിജന്റ് ഈസ് മെയിൻ്റെനൻസ് ബൈ ദ മൻസബ്ദാർ. സവാർ എന്ന് പറഞ്ഞാൽ ഒരു മൻസബ്ദാർ പരിപാലിക്കുന്ന സംഘത്തിൻ്റെ വലുപ്പത്തെയാണ് സവാർ എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിഗത റാങ്കിനെയാണ് സത്ത് എന്ന് പറയുന്നത്. സവാർ എന്ന് പറഞ്ഞാലോ മൻസബ്ദാർ പരിപാലിക്കുന്ന സംഘങ്ങളുടെ വലുപ്പത്തെയാണ് മൻസബ്ദാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിഫ്റ്റ് ദ ടൈറ്റിൽ ഓഫ് അഷ്ടപ്രധാൻ. അഷ്ടപ്രധാൻ എന്നാൽ എന്താണ്? അതിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്? അതായത് ഈ അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞാൽ ഛത്രപതി ശിവജി മഹാരാജ് രൂപീകരിച്ച മറാഠ സാമ്രാജ്യത്തിലെ 8 മന്ത്രിമാരുടെ സമിതിയായിരുന്നു അഷ്ടപ്രധാൻ. അതായത് ശിവജിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച 8 മന്ത്രിമാരെയാണ് പറയുന്നത്. അവകൾ നോക്കൂ. അതിലൊന്നാമത്തത് പേർഷ്യ. പേർഷ്യ. പേർഷ്യ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് പറയുന്ന പേരാണ് പേർഷ്യ. രണ്ടാമത്തത് അമാത്യൻ, ധനകാര്യമന്ത്രി. 3 സജീവൻ, കത്തിടപാടുകളുടെ ചുമതലയുള്ള മന്ത്രി. 4 മന്ത്രി. മന്ത്രി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിക്കാണ് പറയുന്നത്. 5 സേനാപതി, സൈന്യാധിപൻ. 6 സുമന്ത്, വിദേശകാര്യമന്ത്രി. 7ാമത്തത് ന്യായാധീശൻ, മുഖ്യ ന്യായാധിപൻ. അതായത് കോടതി വിധികളൊക്കെ കൽപ്പിക്കുന്ന വ്യക്തിയാണ് ന്യായാധീശൻ. 8ാമത്തത് പണ്ഡിറ്റ് റാവു, മുഖ്യ പുരോഹിതനാണ് 8ാമത്തത്. ഓക്കെ, ഇതിനെയാണ് അഷ്ടപ്രധാൻ. ഈ 8 വിഭാഗത്തിനെയാണ് അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇൻഫ്ലുവൻസ്ഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മറാത്താസ്? മറാത്തകളുടെ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ചത് ആരാണ്? മറാത്തകളുടെ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ചത് ഒന്നാമത്തത് മുഗൾ വിഭാഗം, രണ്ടാമത്തത് ഡക്കാൻ. മുഗളന്മാരും ഡക്കാൻ വിഭാഗവുമാണ് പ്രധാനമായിട്ടും മറാത്തകളുടെ ഭരണ സംവിധാനത്തിനെ സ്വാധീനിച്ചത്. ഇനി ഇതിലെ ഗ്ലോസറിയാണ് പറയുന്നത്. ഈ മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിലെ ഗ്ലോസറിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഉലേമ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മത പഠനത്തിൽ അല്ലെങ്കിൽ മതപരമായ മേഖലയിൽ വൈദഗ്ധ്യം നേടി അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്ന ഈ ഭാഗത്തിനെയാണ് ഉലേമ. അതായത് ആലിം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉലേമ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചകൽഗാൻ. ചകൽഗാൻ നേരത്തെ പറഞ്ഞല്ലോ, എ ഗ്രൂപ്പ് ഓഫ് 40 നോബിൾസ്. ഇൽത്തുമിഷ് ഉണ്ടാക്കിയ 40 പ്രഭുക്കന്മാരുടെ സംഘത്തെയാണ് ചകൽഗാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദിവാൻ വിസാറത്ത്. ദിവാൻ ഇ വിസാറത്ത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫീസ് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ്, അതിനാണ് ദിവാൻ ഇ വിസാറത്ത്. അതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു വാസിർ. ഇനി നെക്സ്റ്റ് വരുന്നത് ദിവാൻ ഇ അർസ്. ദിവാൻ ഇ അർസ്, ഡിപ്പാർട്ട്മെന്റ് വിച്ച് ലുക്ക്ഡ് ആഫ്റ്റർ മിലിറ്ററി ഓർഗനൈസേഷൻ. ദിവാൻ ഇ അർസ് എന്ന് പറഞ്ഞാൽ സൈനിക സംഘത്തിനെ പരിപാലിക്കുന്ന വകുപ്പാണ് ദിവാൻ ഇ അർസ്.
ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ആരിസ് ഇ മുമാലിക് ആയിരുന്നു. നെക്സ്റ്റ് ദാഗ്. ദാഗ് എന്ന് പറഞ്ഞാൽ കുതിരകളെയും മൃഗങ്ങളെയും ബ്രാൻഡ് ചെയ്യുന്ന സംവിധാനം. അതായത് ഈ കുതിരകൾക്ക് യുദ്ധത്തിന് പങ്കെടുക്കുന്ന കുതിരകൾക്കും ചെലവ് നൽകിയിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ചെലവിന് വരുന്ന പണം ഗവൺമെൻറ്റാണ് നൽകിയിരുന്നത്. അപ്പം ഇങ്ങനെ ഉപയോഗയോഗ്യമല്ലാത്ത കുതിരകൾ ഉണ്ടായിരിക്കുമല്ലോ, യുദ്ധത്തിനൊന്നും പങ്കെടുക്കാത്ത കുതിരകളെ, അവരെ ഒന്ന് സീല് ചെയ്യാം. അപ്പം അങ്ങനെ സീല് ചെയ്യുന്നതിനാണ് ദാഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹുലിയ. ഹുലിയ എന്ന് പറഞ്ഞാൽ സൈനികരുടെ പട്ടിക, അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ച പട്ടികക്കാണ് ഹുലിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ദിവാൻ ഇ ഇൻഷ. ദിവാൻ ഇ ഇൻഷ എന്ന് പറഞ്ഞാൽ എഴുത്തുകുത്തുകൾ മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് വിച്ച് ലുക്ക്ഡ് ആഫ്റ്റർ ദ സ്റ്റേറ്റ് കറസ്പോണ്ടൻസ്, എഴുത്തുകുത്തുകളൊക്കെ പരിപാലിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയിരുന്നത് ദാബിർ ഐ ഗാസ് ആയിരുന്നു. കത്തിടപാടുകളൊക്കെ നടത്തുക, രാജാവ് മറ്റൊരു രാജാവുമായിട്ടൊക്കെ കത്തിടപാടുകൾ നടത്തുക, അതുപോലെ രാജാവിൻ്റെ സർക്കുലർ നോട്ടിഫിക്കേഷൻസ്, അറിയിപ്പുകൾ, ഇതൊക്കെ നടത്തിയിരുന്നത് ദിവാൻ ഇ ഇൻഷയായിരുന്നു. അതിന് നേതാവ് ആരാണ്? ദാബിർ ഇ ഗാസ് ആണ് നേതൃത്വം നൽകിയിരുന്നത്. അതിന് നെക്സ്റ്റ് വരുന്നത് ദിവാൻ ഇ റസാലത്ത്. ദിവാൻ ഇ റസാലത്ത് നീതിന്യായ വ്യവസ്ഥയുടെ ഭരണാധികാരിയാണ്. ആ ഡിപ്പാർട്ട്മെന്റിനാണ് ദിവാൻ ഇ റസാലത്ത് എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയിരുന്നത് സദറു സുദൂർ ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. നെക്സ്റ്റ് വരുന്നത് മുഹ്താസിബാണ്. മുഹ്താസിബ് എന്ന് പറഞ്ഞാൽ എൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ദ മെയിൻ റെഗുലേഷൻസ്, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് മുഹ്താസിബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കാർഖാനാസ്. കാർഖാനകൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് രാജകീയ ഫാക്ടറികളെയാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. കൊട്ടാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് വിഭാഗമാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇക്ത. ഇക്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ വരുമാനത്തിനുള്ള ഭൂമിയായിട്ടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇക്ത ഭൂമി നൽകും, അതിനെയാണ് ഇക്ത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മുഖദ്ദം. മുഖദ്ദം ഗ്രാമത്തലവനെയാണ് മുഖദ്ദം എന്ന് പറയുന്നത്. അതായത് ഗ്രാമത്തിൻ്റെ ചുമതല മുഖദ്ദമിനാണ് ഉണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ടും ദ ഫസ്റ്റ് മാൻ അല്ലെങ്കിൽ സീനിയർ മാൻ, അതിലെ വളരെ പ്രായം ചെന്ന അല്ലെങ്കിൽ തലവനായിട്ടുള്ള ആളെയാണ് മുഖദ്ദം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റായ്. റായ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ചീഫ് യൂഷ്വലി ഹാവ് ഇൻ ഹിസ് ഓൺ ടെറിട്ടറി ആൻഡ് ആർമി. സ്വന്തമായി ഒരു പ്രദേശവും സൈന്യമുള്ള ഹിന്ദു തലവനെയാണ് റായ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൻസബ്. മൻസബ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി റാങ്ക് കോൺഫേർഡ് ബൈ ദ മുഗൾ ഗവൺമെന്റ് വിച്ച് ഫിക്സ്ഡ് ദ സ്റ്റേറ്റസ് ആൻഡ് ദ സാലറി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. മൻസബ് എന്ന് പറഞ്ഞാൽ മുഗൾ സർക്കാർ നൽകുന്ന സൈനിക പദവിയാണ് മൻസബ്. ഇതൊരു വ്യക്തിയുടെ പദവിയും ശമ്പളവും നിശ്ചയിക്കുന്നത് ഈ മൻസബിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വരുന്നത് ജാഗിർ. ജാഗിർ എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് ലാൻഡ് അസൈൻ ടു എ ഗവൺമെൻറ് ഓഫീസർ ബൈ ദ സ്റ്റേറ്റ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ആ സംസ്ഥാനം നൽകുന്ന, ഒരു സ്റ്റേറ്റ് നൽകുന്ന ഭൂമിക്കാണ് ജാഗിർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബഞ്ചാര. ബഞ്ചാര എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ധാന്യങ്ങൾ, അതുപോലെ കന്നുകാലികളുടെയും വ്യാപാരി എന്ന് പറയാം ബഞ്ചാര. അതുപോലെ ഒരു സഞ്ചാര ഗോത്രത്തിൻ്റെ പേരും അറിയപ്പെടുന്നുണ്ട് ബഞ്ചാര. ഇനി ദല്ലാൽ. ദല്ലാൽ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ. പിന്നെ അമിൽ അല്ലെങ്കിൽ അമിൽ ഗുസൂർ. അമിൽ ഗുസൂർ എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ടർക്കാണ് അമിൽ ഗുസൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗാലിസ ലാൻഡ്. ഗാലിസ ഭൂമി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നേരിട്ട് കൈവശം വെക്കുകയും കൈകാര്യം ചെയ്യുന്ന ഭൂമിക്കാണ് ഗാലിസ ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് മഹസർ. മഹസർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ
അതിൽ അക്ബറിന്റെ വീക്ഷണം നിലനിൽക്കണമെന്ന് ഉലമ ഒപ്പിട്ട് നൽകുന്ന പ്രഖ്യാപനം. അതായത് മതപരമായ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തമ്മിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫൈനലാക്കിയിട്ട് ഒപ്പിട്ട് നൽകുന്നതാണ് മഗ്സർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫവാസിൽ എന്ന് പറഞ്ഞാൽ മിച്ച തുക. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഫവാസിൽ മിച്ച തുക എന്ന് എഴുതി കൊടുത്താൽ മതി. എന്നാൽ 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് രാജാവിന് മിച്ചം വരുന്ന തുക കൈമാറേണ്ടതുണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇദ്രാർ. ഇദ്രാർ എന്ന് പറഞ്ഞാൽ റവന്യൂ രഹിത ഭൂമി, റവന്യൂ ഫ്രീ ലാൻഡ്, റവന്യൂ ടാക്സ് ഇല്ലാത്ത ഭൂമിക്കാണ് ഇദ്രാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മുഗ്ദി ഓർ വാലി. മുഗ്ദി അല്ലെങ്കിൽ വാലി എന്ന് പറഞ്ഞാൽ ഇക്താ ഭൂമിയുടെ ഉടമ അല്ലെങ്കിൽ ഗവർണർ. ഗവർണർക്ക് പറയുന്ന പേരാണ് മുഗ്ദി അല്ലെങ്കിൽ വാലി. നെക്സ്റ്റ് വരുന്നത് മുഷ്രിഫ്. മുഷ്രിഫ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥന് പേരുന്ന പേരാണ് മുഷ്രിഫ്. മറ്റൊന്ന് മുത്തസരിഫ്. മുത്തസരിഫ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർക്ക് പറയുന്ന പേരാണ് മുത്തസരിഫ്. ഇനി നെക്സ്റ്റ് വരുന്നത് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ മതസ്ഥാപനങ്ങളുടെ പരിപാലനത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വസീഫ. വസീഫ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകുന്നതിനെയാണ് വസീഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലും അതുപോലെ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലെല്ലാം അവർ അറബികളായതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ അറബി പേരുകളാണ് ഉപയോഗിച്ചിരുന്നത്. എക്സാമിനൊക്കെ 1 മാർക്കിനൊക്കെ ധാരാളമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗങ്ങൾ കേട്ടോ, ഗ്ലോസറി എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് നെക്സ്റ്റ് 14ാമത്തെ ചാപ്റ്റർ നോക്കാം. ഹു ഈസ് എ പീർ? പീർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പീർ ഈസ് എ സൂഫി ടീച്ചർ. ഒരു സൂഫി അധ്യാപകനെ പറയുന്ന പേരാണ് പീർ എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് അൽ ഗസാലി? അൽ ഗസാലി ആരായിരുന്നു? ആൻ ഇമ്പോർട്ടൻറ്റ് സൂഫി ഹു റെക്കഗ്നൈൻ ഇസ്ലാമിക് മിസ്റ്റിസിസം വിത്ത് ഇസ്ലാമിക് ഓർത്തഡോക്സി. ഇസ്ലാമിക മിസ്റ്റിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ യാഥാസ്ഥികതയുമായി അനുരഞ്ജിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സൂഫി ആയിരുന്നു ആര്? അൽ ഗസാലി. മിസ്റ്റിസവും അതുപോലെ തന്നെ യാഥാസ്ഥികവാദം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സൂഫി. ഒരു സൂഫി ആയിരുന്നു അൽ ഗസാലി. ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ടേം സമ? സമ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു റെഫർ ഡിവോഷണൽ മ്യൂസിക്. ഭക്തി സംഗീതത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സമ എന്നത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫേമസ് ചിസ്തി സൂഫി സെയിൻ ലിവിങ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഖൽജി ആൻഡ് തുഗ്ലക്ക്? ഖൽജിയുടെയും തുഗ്ലക്കിൻ്റെയും കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള സൂഫി സന്യാസി ആരായിരുന്നു? ചിസ്തി സൂഫി സന്യാസി ആരായിരുന്നു? ആൻസർ നിസാമുദ്ദീൻ ഔലിയ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ആരായിരുന്നു? ഹി വാസ് ദ ലീഡർ ഓഫ് ഖാദിരിയ സിൽസില ഇൻ പഞ്ചാബ് ആൻഡ് എ സപ്പോർട്ടർ ഓഫ് അക്ബർ. പഞ്ചാബിലെ ഖാദിരിയ സിൽസിലയുടെ നേതാവും അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഭക്തി മൂവ്മെന്റ് അറ്റംപ്റ്റഡ് ടു ബ്രേക്ക് അവേ ഫ്രം വിച്ച് സിസ്റ്റം? ഭക്തി പ്രസ്ഥാനം ഏത് വ്യവസ്ഥയിൽ നിന്നാണ് വേർപിരിവാൻ ശ്രമിച്ചത്? അത് ഓർത്തഡോക്സ് ബ്രാഹ്മണിസം, അതായത് യാഥാസ്ഥിക ബ്രാഹ്മണ മതത്തിൽ നിന്നാണ് ഭക്തി പ്രസ്ഥാനം വേർപിരിവാൻ ശ്രമിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 3 ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻസ്. പ്രധാനപ്പെട്ട 3 ഭക്തി സന്യാസിമാരുടെ പേരുകൾ പറയുക. 1 കബീർ, 2 തുക്കാറാം, പിന്നെ മറ്റൊന്ന് ചൈതന്യ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ചൈതന്യ? ആരായിരുന്നു ചൈതന്യ? അതിൻ്റെ ആൻസർ ഹി വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻറ്റ് ഓഫ് ബംഗാൾ. ബംഗാളിൽ നിന്നുള്ള ഒരു പ്രധാന ഭക്തി സന്യാസിയായിരുന്നു അദ്ദേഹം.
നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടേം ഗൽസ? ഗൽസ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ: എ സിക്ക് ഹാവിങ് എ ഡയറക്റ്റ് ലിങ്ക് വിത്ത് ദ ഗുരു. ഗുരുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു സിക്കിനെയാണ് ഗൽസ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വേർ ഗാത്രീസ്? ഗാത്രിമാർ ആരായിരുന്നു? ആൻസർ: ആൻ ഇമ്പോർട്ടൻറ്റ് മെർച്ചൻറ്റൈൽ കാസ്റ്റ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ ഒരു പ്രധാന വ്യാപാര ജാതി വിഭാഗമായിരുന്നു ഗത്രിമാർ. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പേര്. അതിൻ്റെ ആൻസർ: ഒന്നാമത്തത് രാജതരംഗിണി, രണ്ടാമത്തത് പൃഥ്വിരാജിയ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കാവ്യ? കാവ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: ഇറ്റ് ഈസ് പോർട്ടിക്കൽ നെറേറ്റീവ്. ഇത് കാവ്യാത്മകമായിട്ടുള്ള വിവരണം, അതായത് കവിത രൂപത്തിൽ പാഠരൂപത്തിൽ വരുന്നതിനെയാണ് കാവ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ വാസ് ആമിർ ഖുസ്രു? ആമിർ ഖുസ്രു ആരായിരുന്നു? ഹി വാസ് എ പേഴ്സൺ പോയറ്റ് patronized during the Sultanate period. Discipline of നിസാമുദ്ദീൻ ഔലിയ. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനായിരുന്ന ഒരു പേർഷ്യൻ കവിയായിരുന്നു അമീർ ഖുസ്രു. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ 2 ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് സിയാവുദ്ദീൻ ബരാനി. സിയാവുദ്ദീൻ ബരാനിയുടെ പ്രധാനപ്പെട്ട 2 കൃതികളുടെ പേര് നൽകുക. ആൻസർ: ഫത്വ ഇ ജഹന്തരി, അതുപോലെ താരിഖ് ഇ ഫിറോസ് ഷാഹി. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സബക്ക് ഇ ഹിന്ദി? സബക്ക് ഇ ഹിന്ദി എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: എ ന്യൂ ഫോം ഓഫ് പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പേർഷ്യൻ സാഹിത്യത്തിൻ്റെ ഒരു പുതിയ രൂപത്തിനെയാണ് സബാക്ക് ഇ ഹിന്ദി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 4 റീജിയണൽ ലാംഗ്വേജസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ വികസിച്ച 4 പ്രാദേശിക ഭാഷകളുടെ പേരുകൾ. 1 മറാത്തി, 2 ബംഗാളി, 3 ഗുജറാത്തി, 4 ഒറിയ. 17ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റഡ് ബൈ ആമിർ ഖുസ്രു. ആമിർ ഖുസ്രു ഉണ്ടാക്കിയ സംഗീതോപകരണത്തിന്റെ പേരെന്താണ്? ആൻസർ: സിത്താർ. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിത്താർ. 18ാമത്തത്. ഹൂ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ദ്രുപദ് സ്റ്റൈൽ. ദ്രുപദ് ശൈലിയുടെ വികാസത്തിൽ ആരാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത്? ആൻസർ: രാജ മാൻസിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ സ്റ്റൈലിസ്റ്റിക് ചേഞ്ചസ് ഇൻ മുഗൾ പെയിൻറ്റ്സ് സീൻ ഡ്യൂറിങ് ദ റീജൻ ഓഫ് ജഹാംഗീർ. ജഹാംഗീറിന്റെ ഭരണകാലത്ത് മുഗൾ ചിത്രങ്ങളിൽ കണ്ട ശൈലീപരമായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ എമർജൻസ് ഓഫ് ഫോർമാലിസ്റ്റ് സ്റ്റൈൽ ആൻഡ് യൂസ് ദ നാച്ചുറലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻസ്. ഒരു ഔപചാരിക ശൈലിയുടെ ആവിർഭാവവും അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിനിധാനങ്ങളുടെ ഉപയോഗവും മുഗൾ ചിത്രങ്ങളിൽ കാണാമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ എ ഫ്യൂ പോപ്പുലർ തീം ഇൻ മുഗൾ മിനിയേച്ചേഴ്സ്. അതായത് മുഗൾ മിനിയേച്ചറുകളിൽ ചില ജനപ്രിയ തീമുകൾ പരാമർശിക്കുക. അതിൽ വരുന്നത് സ്പെസിഫിക് ഇവൻറ്റ്സ് ഇൻ കോർട്ട് ആൻഡ് പോർട്രേറ്റ്സ് ഓഫ് ലീഡിങ് പേഴ്സണാലിറ്റീസ്. കൊട്ടാരത്തിലെ പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ പ്രമുഖ വ്യക്തികളുടെ ഛായാചിത്രങ്ങളൊക്കെ മിനിയേച്ചറുകളിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ആർക്കിടെക്ചറൽ ഫോംസ് മേഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിലെ വാസ്തുവിദ്യാ രൂപങ്ങളിൽ വരുത്തിയ 2 പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് ദ ആർച്ച് ആൻഡ് ദ ഡം.
കമാനവും താഴികക്കുടവുമാണ് പ്രധാനപ്പെട്ട വാസ്തുവിദ്യയിൽ വന്ന മാറ്റങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് ദ ട്രൂ ആർച്ച്? യഥാർത്ഥ കമാനം എന്താണ്? എ സ്റ്റൈൽ ആർച്ച് മേക്കിംഗ് that emerged the medieval period. The central stone was important in this. മധ്യകാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ഒരു കമാന നിർമ്മാണ ശൈലിയാണ് ആർച്ച് കൊണ്ടുള്ള ഉദ്ദേശം. ഇതിൽ മധ്യക്കല്ല് വളരെ പ്രധാനമായിട്ട് അതായത് സെൻട്രൽ ഭാഗത്തായിട്ട് ഉയർന്ന് നിൽക്കുന്ന രീതിയിലുള്ള രൂപം അതിൽ വളരെ പ്രധാനമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യനാണ്. നെയിം എ ഫ്യൂ monuments associated with early forms of Indo-Islamic architecture. ഇന്തോ-ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ആദ്യകാല രൂപങ്ങളുമായി ബന്ധപ്പെട്ട ചില സ്മാരകങ്ങൾ പറയുക. അതിലൊന്നാമത്തത് ഖുവത്തുൽ ഇസ്ലാം മോസ്ക്, ഖുവത്തുൽ ഇസ്ലാം പള്ളി, അതുപോലെ കുത്തബ് മിനാർ, പിന്നെ അദായി ദിൻക ജോൻപ്ര. ഇവയൊക്കെയാണ് ആദ്യകാല വാസ്തുവിദ്യകളിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളായിട്ട് ഉള്ളത്. അതിന്നും പലതും അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സൂക്ഷിച്ചു വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 24ാമത്തത്. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ വാസ് യൂസ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫത്തേപൂർ സിക്രി? ഫത്തേപൂർ സിക്രിയുടെ നിർമ്മാണത്തിൽ ഏത് തരം കല്ലാണ് ഉപയോഗിച്ചിരുന്നത്? റെഡ് സാൻഡ് സ്റ്റോൺ, ചുവന്ന മണൽക്കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യനാണ്. നെയിം സം ഓഫ് ദ ഡെക്കറേറ്റീവ് സ്റ്റൈൽ യൂസ്ഡ് ഇൻ മിഡീവൽ ആർക്കിടെക്ചർ. മധ്യകാല വാസ്തുവിദ്യയിൽ ഉപയോഗിച്ചിരുന്ന ചില അലങ്കാര ശൈലികൾ ഏതെല്ലാമാണ്? അത് കാലിഗ്രഫി, അതുപോലെ തന്നെ ജോമെട്രിക് ഷേപ്പ്, ജാമിതീയ രൂപങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് ഈ പാഠത്തിലെ ഗ്ലോസറികളാണ് പറയുന്നത്. ഒന്നാമത്തത് ഖാൻക. ഖാൻക എന്ന് പറഞ്ഞാൽ സൂഫി വിഭാഗങ്ങളുടെ പ്രവർത്തന കേന്ദ്രം. അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനെയാണ് ഖാൻക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സിൽസില. സിൽസില എന്ന് പറഞ്ഞാൽ സൂഫി വിഭാഗത്തിനാണ്, അവരുടെ ആ ഒരു ചെയിന്, അതിനെയാണ് സിൽസില എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോണോതീസ്റ്റ്. മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് മോണോതീസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പിയേത്ര ദുര. പിയേത്ര ദുര എന്ന് പറഞ്ഞാൽ ഇറാനിയൻ അലങ്കാര ശൈലിയാണ് പിയേത്ര ദുര. അതിൽ വർണ്ണശബമായിട്ടുള്ള കല്ല്, അതുപോലെ വെള്ള നിറത്തിലുള്ള കല്ലുകൾ, അതുപോലെ മാർബിൾ പതിച്ചിരിക്കുന്ന ഒരു ഒറ്റ കഷ്ണമായിട്ട് ആണ് ഈ പിയേത്ര ദുരയെ കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് റൂഹ്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. നെക്സ്റ്റ് വരുന്നത് ഹുലൂൽ. ഹുലൂൽ എന്ന് പറഞ്ഞാൽ ദിവ്യാത്മാവിൻ്റെ സന്നിവേശത്തെയാണ് ഹുലൂൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സിയാറത്ത്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്ന രീതിക്കാണ് സിയാറത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സമ. സമ എന്ന് പറഞ്ഞാൽ സൂഫി സംഗീത സമ്മേളനത്തിനാണ് സമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ മൊഡ്യൂളിലെ MCQ ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസും വരുന്നത്. ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായിട്ട് കേൾക്കുക. ഇനി 2 മാർക്കിൻ്റെ 3 മാർക്കിന് 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചാനലിൽ ഉണ്ട്, അവയൊക്കെ കാണുക. എക്സാമിനൊക്കെ നന്നായിട്ട് മാർക്ക് മേടിക്കുവാനുള്ള ശ്രമം നടത്തണം. നന്നായിട്ട് പഠിക്കുക. നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.